ഓപ്പണിങ്ങിന്റെ എവിടെയാണ്? അകത്താണോ? ഇവിടെ സ്വിച്ച് ഇല്ല. റിമോട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ സ്വിച്ച് ഇല്ല. അല്ല, അവിടെ സ്വിച്ച് ഇല്ല. ഇപ്പൊ സ്പെയർ വീൽ ഉണ്ടോ? ഓക്കെ, സ്പെയർ വീൽ ഉണ്ടോ? ഉണ്ട്. ഇത് CNG യുടെ അല്ലേ? ഇവിടെ ഒരു സീറ്റ് ബെൽറ്റിന്റെ മോട്ടറാണ്. മാനുവൽ ഷട്ട് ഓഫ് വാൽവ്, ഹൈബ്രിഡ് CNG. ഇപ്പുറത്തെ ബാഡ്ജ് ഒന്നുമില്ല. ഓക്കെ, ബാറ്ററി പോ. CNG എന്തരാ ഫില്ല് ചെയ്യാനൊക്കെ എന്ത് പൈസ ഒക്കെ ഉണ്ട്? പ്രൈസൊക്കെ ഓക്കെ, എന്നാ വേറെ വല്ല ചെക്ക്. നമ്മൾ അടിക്കാത്ത സാധനമാണല്ലോ. അന്നേരം പിന്നെ 88 രൂപ കിലോഗ്രാം ആണെന്ന് തോന്നുന്നു. കിലോഗ്രാം 9 kg എങ്ങാണ്ടോ കൊള്ളുന്നത്. 65 ലിറ്റേഴ്സ് ഈക്വലന്റ് വാട്ടർ എന്നാ പറയുന്നത്. ഇതിന് എന്തൊക്കെയോ കണക്കുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അന്നേരം അത് കേൾക്കുമ്പോ അത് കൺവേർട്ട് ആവാനുള്ള പെട്രോളിലേക്ക് അല്ലെങ്കിൽ CNG-യിലേക്ക്. ഓവറോൾ റേഞ്ച് എത്ര വരുമായിരിക്കും? നല്ല കിലോമീറ്റർ അത്യാവശ്യം കസ്റ്റമേഴ്സിന് സിമിലർ നമ്മൾ പറയുന്ന റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളൊരു 27-28 ആ റേഞ്ചാ പറയുന്നത്. 25 അപ്പോ എന്തായാലും എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടുന്നുണ്ട്. പെട്രോൾ പ്ലസ് ഹൈബ്രിഡ് മൈലേജ് ആണോ അതോ CNG മാത്രം? CNG മൈലേജ് ആണ് പറയുന്നത്. പെട്രോൾ പ്ലസ് CNG തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. കാരണം കോമൺലി ഇപ്പോൾ ഇത് എടുക്കുന്ന കസ്റ്റമേഴ്സ്
പലരും ആ ഒരു അത്രത്തോളം ഓട്ടോ ഉള്ളയോ അല്ലെങ്കിൽ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഇത് പ്രിഫർ ചെയ്യുന്നത്. അന്നേരം സോ യൂഷ്വലി നമുക്കിപ്പോ ഒരു ഓറയുടെ പെട്രോൾ ഒക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള വെഹിക്കിൾസ് ആണ്. സോ അതിൽ നിന്ന് കുറച്ചും കൂടി എക്സ്ട്രാ അവരുടെ ഒരു റണ്ണിങ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ഇങ്ങനത്തെ വെഹിക്കിൾസ് തന്നെ ചൂസ് ചെയ്യേണ്ടത്. ഇത് മറ്റേ i20 വരുന്ന 1.2 കാപ്പ. ഇതിന്റെ പവേഴ്സ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഡിഫറൻസ് വരും. CNG ആയതുകൊണ്ട് തന്നെ നമുക്ക് 69 PS പവറും അതേപോലെ തന്നെ 95.2 Nm ടോർക്കും ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഡ്രൈവിംഗിലൊന്നും അത്ര ഒരു പവർ ഷോർട്ടേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഹയർ RPM-ലാണ്. അത് പിന്നെ CNG ആകുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഷോർട്ടേജ് കാര്യങ്ങൾ വരുമല്ലോ. കാരണം നമ്മൾ നോർമൽ ഓരോ 1.2 83 PS പവറും 113.8 Nm ടോർക്കുമാണ് വരുന്നത്. സോ അതിൽ നിന്ന് കുറച്ചൊരു ഡിപ്പ് വന്നിട്ടുണ്ട് ഓൾറെഡി ഇതാവുമ്പോഴത്തേക്ക്. സോ എഞ്ചിൻസ് ആണെങ്കിലും അത് ബേസ് ആയിട്ടുള്ള ട്യൂണിങ്സ് കാര്യങ്ങളിലാണ് വരുന്നത്. ഇപ്പം ഇത് മറ്റേ നോർമൽ പെട്രോൾ വേരിയന്റ് അല്ലാതെ ഡിഫറെന്റ് ഒരു സെഗ്മെന്റ് ആണോ അതോ അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണോ? കൂട്ടത്തിൽ തന്നെ വരുന്നതാണ്. ഇപ്പൊ നമുക്ക് ആക്ച്വലി നമുക്കിപ്പോ ഓറയുടെ സെഗ്മെന്റ് എടുക്കുമ്പോൾ ഓറയ്ക്കകത്ത് എന്ന് പറയുന്ന ഒരു ബേസ് വേരിയന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. നെക്സ്റ്റ് വേരിയന്റ് നമ്മൾ കോർപ്പറേറ്റ്, നമ്മളെ നിയോസിനകത്ത് ഓറയ്ക്കകത്ത് ടാക്സി പെർമിറ്റ് പോലെ വരുന്നതല്ല. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരു എഡിഷൻ കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഈ ഒരു സ്ക്രീനൊക്കെ പകരം ചേരെ ഒരു കുറച്ചും കൂടി നമ്മളെ പഴയ പൈനിയറിന്റെ ഒക്കെ സെറ്റ് പോലത്തെ 7 ഇഞ്ചിന്റെ ഒക്കെ വെച്ചിട്ട് സിംഗിൾ ഡിൻ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള. സോ അതിനകത്ത് നമുക്ക് CNG വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്ന വേരിയന്റ് വരുന്നുണ്ട്. ഈക്കകത്ത് നമുക്ക് CNG വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആക്ച്വലി SX എന്ന് പറയുന്ന CNG വേരിയന്റ് ആണ്. SX എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ അല്ലേ? SX ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. പിന്നെ നമുക്ക് SX പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിനകത്താണ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നത്. AMD CNG അല്ല, നോർമൽ പെട്രോൾ വെഹിക്കിൾസിന് മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ. നോർമൽ ഈ SX ഒരു പെട്രോളും ഇതുമായിട്ട് എന്ത് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്? നോർമൽ SX-ഉം CNG ആയിട്ട് വരുന്ന പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഒരു 976 ആണ് നോർമൽ SX-ന് വരുന്നത്. ഇത് 9.76 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. SX-ന്റെ SX CNG വരുമ്പോഴത്തേക്ക് 10.88 വരും. 1.1 ലാഖിന്റെ ഡിഫറൻസ് വരും. ഒരു മൈലേജ് വൈസ് എത്ര വ്യത്യാസം വരും? മൈലേജ് വൈസ് നമുക്ക് മിനിമം ആവറേജ് ഒരു 7 to 8 കിലോമീറ്റേഴ്സ് എക്സ്ട്രാ പെർ ലിറ്റർ കിട്ടും. അതാണ് ഡിഫറൻസ് ഉള്ളത്. ഓടി മുതലാക്കി. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മളെ പെട്രോൾ കോസ്റ്റ് ഇപ്പം 106, 107 വരുന്നിടത്ത് ഇതിന് 84 to 88 റുപ്പീസ് അല്ലേ വരുന്നുള്ളൂ കിലോയുടെ പുറത്ത്. എനിക്കത് ഫില്ല് ചെയ്യാനായിട്ട് സ്ഥലങ്ങള് കുറവ്. പിന്നെ നമ്മള് ആക്ച്വലി ഒരു EV വെഹിക്കിൾസ് ഇറങ്ങിയപ്പോൾ ചാർജിങ് സ്റ്റേഷന്റെ അവൈലബിലിറ്റി പോലാണ് ഈ സംഭവം. ഇത് CNG ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലായിടും ഉണ്ട്. പക്ഷെ എന്നാ ഇത് ക്യൂ ഒരു ഫാക്ടറാണ്. കാരണം ഈ നമുക്ക് CNG ഓട്ടോസിന്റെ ഒക്കെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. സോ ഇവരൊക്കെ ഫില്ല് ചെയ്യാൻ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യൂ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈമിംഗ് ഒന്നും എടുക്കത്തില്ല. യൂഷ്വൽ പെട്രോൾ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഒരു 1 or 2 minutes എക്സ്ട്രാ എടുക്കുമെന്ന് മാത്രം. യൂഷ്വൽ മോസ്റ്റ് ഓഫ് ദി ടൈം അങ്ങനെ വലിയൊരു ഇതൊന്നും വരുന്നില്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള പമ്പുകളുടെ എണ്ണം കുറവാ. റീസെന്റ് ഞാൻ ഒരു കസ്റ്റമർ മീറ്റ് ചെയ്തായിരുന്നു. അന്നേരം ആ കസ്റ്റമർ കണക്ക് ഒരു ലിസ്റ്റ് ഓഫ് പമ്പ്സ് ഇവിടെ ഉള്ളത് മൊത്തവും എടുത്ത് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. കാരണം പുള്ളി യൂസ് ചെയ്യുന്ന CNG ഇപ്പൊ ഒരു EV യൂസർക്ക് ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാവുന്ന പോലെ CNG യൂസർക്ക് ഇത് എവിടെ കിട്ടും എന്നുള്ള കറക്റ്റ് അപ്ഡേറ്റ് ഇവർക്ക് അറിയാം. നമ്മൾ ഇതിനോട് അത്ര ഈ പറഞ്ഞ പോലെ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ
നമുക്ക് ആ ഒരു ഇത് വരും. സസ്പെൻഷൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇത് നിയോസിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേരിയന്റ്. അതെ അതെ, നമ്മളെ സ്വിഫ്റ്റ് ഡിസയർ പോലെ കോമ്പാക്ട് സെഡാൻ ആയിട്ട് വരുന്ന വെഹിക്കിളാണ്. സംഭവം എല്ലാം നല്ല സ്മൂത്ത് ഇന്റീരിയർ. ഇവരുടെ എല്ലാ വെഹിക്കിൾസും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആണ് സംഭവം. ഇതിന്റെ SX ഓട്ടോമാറ്റിക് മറ്റേതും വരുമ്പോൾ SX ഓപ്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വരും. ഇതിനകത്താണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വരുമ്പോൾ വയർലെസ് ചാർജിങ് വരും, പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരും. അങ്ങനത്തെ ചെറിയ ചെറിയ ഡിഫറൻസസ് കൂടി. നിയോസ് ഓടിക്കുന്നത് ആ ഒരു ഫീൽ തന്നെ. അതെ, പിന്നെ ഇന്റീരിയർ കളേഴ്സിനകത്തൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിനകത്തൊരു വേറൊരു മെറ്റാലിക് പെയിന്റ് പോലത്തെ സംഭവമാണ് ഡാഷ്ബോർഡ്സിനൊക്കെ വന്നിരിക്കുന്നത്. ഒരു ബ്രൗൺ ഫിനിഷ്. അതെ, ഈ സ്വിച്ച് ഞെക്കിയിട്ട് എനിക്കൊന്ന് CNG അവൈലബിൾ അല്ലാത്തോണ്ടായിരിക്കും ടാങ്ക് റീഫിൽ ചെയ്യേണ്ടി വരും. ലൈക്ക് CNG ഇങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ CNGയിൽ ഓടിക്കാൻ എങ്ങനെയുണ്ട്, വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് അറിയാം. പുതിയ വണ്ടി എനിക്കൊന്ന് 600 സംതിങ് ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഇതുവരെ. ഇവിടുന്ന് വന്ന വഴിക്ക് ഇവിടെ ടെസ്റ്റ് കാര്യങ്ങളായിട്ട്. ഇതിപ്പോ 25 മോഡലാണോ? ഇത് 2025 മോഡൽ. കഴിഞ്ഞ മാസം എടുത്തിരിക്കുന്ന വണ്ടി ലാസ്റ്റ്. അല്ല, 600 സംതിങ് ഓടിയിട്ടുള്ളൂ വണ്ടി ഇതുവരെ. 676 കിലോമീറ്റർ. വന്ന രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതങ്ങനെ. 2 ഫ്യൂൽ ടാങ്ക് ഉണ്ട്. ഒന്ന് റൈറ്റ് സൈഡ് നമുക്ക് വരുമ്പോഴത്തേക്ക് നോർമൽ പെട്രോളിന്റെ, മറ്റേത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് CNG-യുടെ. 2 റിസർവ് ടെസ്റ്റ് വെഹിക്കിൾസ് ആയതുകൊണ്ട് ഫ്യൂവൽ അതേ കാണും. മിനിമം ഒരു 4 to 5 ലിറ്റേഴ്സ് കാണും. CNG പിന്നെ നമുക്കൊക്കെ പുതിയതായതുകൊണ്ട് CNG യൂഷ്വലി ടെസ്റ്റ് ഡ്രൈവ്സ് കുറവാണ് എല്ലായിടും. CNG ഓടിച്ച് നോക്കണമെന്നുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം പോപ്പുലർ ഇത്രയും ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട്. പിന്നെ സത്യത്തിൽ അത് വേണം. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു CNG എടുക്കുന്ന കസ്റ്റമർ എടുത്ത് നമുക്കും പറയാൻ പറ്റത്തില്ലല്ലോ. തൽക്കാലം പെട്രോൾ ഓടിച്ച് നോക്കിയാൽ മതി. സാർ എടുക്കുമ്പോൾ കുറച്ച് പവർ ഷോർട്ടേജ് വരുമെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാകുമ്പോൾ കസ്റ്റമേഴ്സിന് ഡ്രൈവ് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അത് വേണം. സിറ്റി കാറായിട്ടൊക്കെ സിറ്റി കാറും പിന്നെ പക്ഷെ ഒരുപാട് പേര് ഇപ്പം ഞാൻ റീസെന്റ് ഇവിടെ ഒരു തൃശ്ശൂരിൽ നിന്നൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു വെഹിക്കിൾ പർച്ചേസ് റിലേറ്റഡ് ആയിട്ട്. സോ ആ സമയത്ത് അവര് വന്ന ഒരു CNG വെഹിക്കിളിനകത്താണ്. അവരൊന്ന് പറയുന്ന കേട്ടോ, അവര് ജസ്റ്റ് 600 റുപ്പീസിന്റെ CNG മതിയെന്ന്. അവിടെ ഇവിടെ വരാൻ തിരിച്ചും ഏകദേശം ആ ഒരു റേഞ്ച് മതി എന്ന് പറയുന്നുണ്ട് പോവാൻ. അത് നല്ല ലാഭമാണല്ലോ. അത് നല്ല ലാഭമാണ് കമ്പാരിറ്റീവ്ലി. കാരണം അവരൊരു 4 പേരുണ്ടായിരുന്നു. അല്ല, ഇപ്പം യൂഷ്വലി കൊല്ലത്ത് നിന്ന് എറണാകുളം പോകണമെങ്കിൽ ഡീസൽ ആയാൽ പോലും 12,000 രൂപയ്ക്കാണോ? 1500-2000. ഒന്നാമത്തെ നമ്മൾ റോഡ് കണ്ടീഷൻ മോശം. അവിടെ ആലപ്പുഴ വഴി കയറി വന്നിട്ട് ഇത്രയും മതി എന്ന് പറഞ്ഞത്. ഇപ്പൊ പിന്നെ ഫുള്ള് ഹൈവേ പണി. അതെ, ഫുൾ പണി. MC ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. MC പക്ഷെ നല്ല തിരക്കായി ഇപ്പൊ. MC തിരക്ക്. ഈ വളവും തിരിവും പരിപാടികൾ വരുമ്പോ പിന്നെ ക്യാമറകളും അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. കുറച്ച് കുഴി സഹിച്ചാലും ഫൈൻ വരത്തില്ലല്ലോ. ഇതിപ്പോ കൊട്ടിയം ചെല്ലുവോ ഈ റോഡ്? കൊട്ടിയം ചെല്ലുന്നു. ഇതിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മുന്നല്ലോ എന്തൊക്കെയോ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഇടയ്ക്ക് വെച്ച് കൺഫ്യൂഷൻ ആയി. ഇതൊരു നോർമൽ ഫാമിലി കാർ വിത്ത്
ഡീസൻറ്റ്. എനിക്കത് പെട്രോൾ ആണെങ്കിൽ ഇച്ചിരി കൂടെ ഡിക്കി സ്പേസ് കിട്ടും. ഇതാകുമ്പോൾ ആ CNG ടാങ്ക് വന്നതുകൊണ്ട് കുറച്ച് സ്പേസ് അതൊക്കെ ഇപ്പം ചെയ്തു. നെൽപ്പാടമൊക്കെ പോയോ? ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇല്ലല്ലേ? ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നില്ല. എല്ലാം പിന്നെ നമുക്ക് ഗ്ലോബ് ബോക്സ് കൂളിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതില് സൺറൂഫ് വരുന്ന വേരിയൻസ് ഇല്ല, സൺറൂഫ് വരില്ല. നിയോസിനും ഓറയ്ക്കും നമുക്ക് സൺറൂഫ് ഇല്ല. ബാക്കി ഒരു എല്ലാ വെഹിക്കിൾസിനും നമുക്കുണ്ട്. i20 തൊട്ട് മേളിലേക്കുള്ള.